Good afternoon, viewers. Good to see you. എനിക്ക് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെസബുള്ള എന്നൊരു അറിയാലോ. ഈ ഹെസബുള്ള എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണോ അല്ലെങ്കിൽ കൺവെൻഷണൽ ടെറിട്ടറി ബേസ്ഡ് പവറാണ്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പണ്ട് കാലത്ത് ഖലിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഭീന്ദ്രൻവാല ഉണ്ടാക്കി. അതൊരു ടെററിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണോ അല്ലെങ്കിൽ അവരൊരു പഞ്ചാബ് റീജിയൻ ടെറിട്ടറി കൺട്രോൾ ചെയ്യുന്നൊരു പവറാണെന്നുള്ള കാര്യം, സ്റ്റേറ്റ് ഓർ നോൺ സ്റ്റേറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താ അതിൻ്റെ? കാരണം ഈ ഹെസ്ബുള്ളയെ കുറിച്ച് എനിക്ക് പറയാനുള്ള വെച്ചാൽ അതൊരു ഒരു ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. അതെങ്ങനെ ഫോം ചെയ്തതെന്ന് വെച്ചാൽ ഈ ലെബനോണിലെ സിവിൽ വാറിന് ശേഷം ആണ് ഈ ഹെസ്ബുള്ള ഫോം ചെയ്തത്. അത് എനിക്കൊരു പേടി വെച്ചപ്പോൾ ഇറാനിൽ ഇങ്ങനെ ഇവർ ഡിസ്ട്രോയ് ചെയ്തു കഴിഞ്ഞാൽ ഇറാനിലും ഇതുപോലുള്ള ഒരു റവല്യൂഷണറി ഗാർഡ്സ് ഹെസ്ബുള്ളനെ പോലത്തെ ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനായി മാറിയിട്ട് അതൊരു വയലൻസ് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും അത്. പിന്നെ ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡിനെയും അല്ലെങ്കിൽ ഹെസ്ബുള്ളേനൊക്കെ അമേരിക്ക അതിനെ ടെററിസ്റ്റുകൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പലസ്തീനികളിലെ ഹമാസ് ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പാന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ ഇറാൻ്റെ പ്രോക്സി ഇൻട്രസ്റ്റാണെന്നും പറയുന്നു. സോ ലെബനീസ് ഹോം ടെറിട്ടറിയിലാണ് ഈ ഹെസ്ബുള്ള ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഒരു ഷിയായിട്ട് ഗ്രൂപ്പാണ്. വാട്ട് ദേ ആർ ഡൂയിങ് എസ് ദേ ആർ ഫോമിങ് എ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവർക്ക് ഫീസിബിളായിട്ടുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള മിലിറ്ററി വിങ്ങാണ്. അവരെ സംബന്ധിച്ചോളം ഏറ്റവും ആംഡാണ് അവർ. അവരെ സംബന്ധിച്ചോളം അവർക്ക് ഡ്രോൺസ് ഉണ്ട്, ലോങ് റേഞ്ച് മിസൈൽസ്, റോക്കറ്റ്സ്, തൗസൻഡ്സ് ഓഫ് ഫുഡ് സോൾജിയേഴ്സ്. ഇവർ ആസാദിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു, സിറിയൻ സിവിൽ വാറിലുണ്ടായിരുന്നു ഇവർ. സോ ഇവർ ഈ ഹെസ്ബുള്ള എന്ന് വെച്ചാൽ ലെബനോണിലെ മിക്കവാറും മുനിസിപ്പാലിറ്റികൾ, അവരെ ഷിയായിട്ട് മുനിസിപ്പാലിറ്റികൾ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പാർലമെൻറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ക്യാബിനറ്റ് മിനിസ്റ്റർ പവർ പോസ്റ്റ് ഉണ്ട് ലെബനോണിൽ. പിന്നെ ഹെസ്ബുള്ള സ്കൂൾസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, വാട്ടർ പ്രോജക്ട്സ്, മൈക്രോ ലെൻഡിങ്, മൈക്രോ ക്രെഡിറ്റ്, ഇതൊക്കെ ഹെസ്ബുള്ള ലെബനോണിൽ ചെയ്യുന്നുണ്ട്. സോ പിന്നെ അതുപോലെ ഇറ്റ് ഓൾസോ കണ്ടക്ട്സ് വാരിയസ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. അത് പലതും എന്താ പറയുക, ഒരു ക്രിമിനൽ നാച്ചുറൽ ഇൻക്ലൂഡിങ് സ്മഗ്ലിംഗ് ഓഫ് ഓയിൽ ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഈ ഹെസ്ബുള്ള. സോ ഹെസ്ബുള്ള മൊത്തത്തിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു റവല്യൂഷണറി ഒരു ഒരു ഇസ്ലാമിക് ടെററിസ്റ്റുകളാണോ? ഇനിയിപ്പോൾ ഇന്ത്യയിലും ഇതുപോലുള്ള പല ഏരിയയിലും പല പിന്നെ പാർട്ടികൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പല റിലീജിയസ് ഗ്രൂപ്പ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. വാട്ട് ഡു യു കോൾ ദം ഓൾസോ? സോ ഇതെൻ്റെ ഒരു ഡൗട്ട് നിങ്ങളോട് ചോദിച്ചാൽ. ഐ സി ഇറാനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ റവല്യൂഷണറി ഗാർഡ്സ് വിൽ ബിക്കം എനി അനദർ വയലന്റ് ഗ്രൂപ്പ് ഇൻ ദാറ്റ് റീജിയൻ. സോ താങ്ക്